തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പരിശീലനം നൽകി. തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിയാത്മകമായി ഇടപെടാൻ ഹരിതകർമ്മസേനയെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പരിശീലനം നൽകി. സംസ്ഥാനത്തെ പല മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളിലും തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ ഹരിതസേനയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. എന്നിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാറ്റിന് ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഫൈറ്റ് ചെയ്യരുത്. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ, ക്ലോസ്ഡ് റൂം ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കാറ്റുള്ളിടത്താണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത്, അങ്ങനെ കാറ്റ് ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യരുത്, ഫൈറ്റ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പോൾ സംഭവിക്കുക എന്ന് പറയുന്നത് ഇത് അണയത്തില്ല. കാര്യം നമ്മൾ അണയ്ക്കുമ്പോൾ ഈ കാറ്റ് വരുമ്പോൾ വീണ്ടും ഇതെന്ത് ചെയ്യും, മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും കാറ്റിന് ഓപ്പോസിറ്റ് ആ ഡയറക്ഷനിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. ഇപ്പോഴും കാറ്റിന് നമ്മൾ ഓപ്പോസിറ്റ്, കാറ്റ് വരുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റിൽ എന്ത് ചെയ്യരുത്, നമ്മൾ ഫൈറ്റ് ചെയ്യരുത്. മനസ്സിലായോ? ഓക്കെ. അപ്പം അത് നമുക്കും അപകടമാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് എന്ത് ചെയ്യും, മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തെ വശത്ത് നിന്ന് നമുക്ക് സേഫായിട്ടുള്ള ആംഗിൾ കണ്ടെത്തി അവിടെ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫൈറ്റ് ചെയ്യാനായിട്ട്. അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പകച്ചു നിൽക്കാതെ അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ CPR നൽകുന്ന രീതിയും പ്രാഥമിക ചികിത്സ നൽകുന്ന രീതികളും പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഫയർ റെസ്ക്യൂ ടീമുമായി ബന്ധപ്പെട്ട ഓഫീസർമാരായ നൌഷാദ്, രതീഷ് എന്നിവരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഏതവസരത്തിലും ഉണർന്നു പ്രവർത്തിക്കുവാൻ ഉതകുന്ന രീതിയിൽ പരിശീലന ക്ലാസുകൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.